തെലങ്കാനയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 12 പേർ മരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന വിവരം. 34 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 12 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഫാക്ടറിക്കുള്ളിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായുണ്ട്. ശ്രീധരൻ, ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ സ്ഫോടനത്തിൽ മരണസംഖ്യ 12ആയി ഉയർന്നിരിക്കുന്നു. പരിക്കേറ്റ 34 പേർ ചികിത്സയിലുണ്ട്. 12 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് ശ്രീധരൻ അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. മരണനിരക്ക് ഉയരുമെന്ന ആശങ്കയാണോ? ഈ പരിക്കേറ്റവരുടെ എല്ലാം സ്ഥിതി എന്താണ്? സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചോ? കമ്പനിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ വന്നോ? രതീഷ്, അതിദാരുണമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഫാക്ടറിയിൽ റിയാക്ടർ പൊട്ടിത്തെറിച്ച് സ്ഫോടനം ഉണ്ടാകുന്നത്. ഇതിൽ രാവിലെ ഇതിൽ 7 പേരായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ മരണസംഖ്യ 12 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 14 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 30-ലധികം ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും ഈ ഫാക്ടറിക്കുള്ളില് റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. നിരവധി തൊഴിലാളികൾ ആ സമയത്ത് ആ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. കമ്പനിയുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഉടൻ തന്നെ അഗ്നിശമന സേനയും അതുപോലെ തന്നെ മറ്റ് തൊഴിലാളികളും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ അവിടെ അല്ലെങ്കിൽ വീഴ്ചകൾ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ഏതായാലും പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളും തുടങ്ങിയിട്ടുണ്ട്. അതിദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. അടുത്തിടെ ഇത്തരത്തിൽ തെലങ്കാനയിൽ ഈ സമീപ മാസങ്ങളിൽ 3ാമത്തെ ഇത്തരത്തിലുള്ള അപകടമാണ്. ഇങ്ങനെ ഈ ഫാക്ടറിക്കുള്ളിൽ ഈ റിയാക്ടറൊക്കെ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന 3ാമത്തെ അപകടമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്.